ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂലൈ 4 വ്യാഴാഴ്ചയാണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന്. നിഫ്റ്റി റെക്കോർഡ് ഹൈയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി ഇനി നെക്സ്റ്റ് ലെവൽ എവിടെ വരെ പോകും? ഇന്നൊരു ദിവസം മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് 24,410 ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കാം. അവിടെ വന്നിട്ട് അതാണ് ഇന്നത്തേക്കുള്ള നിഫ്റ്റിയുടെ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ഹൈ. ഇനി ഇൻ കേസ് ഒരു ബുൾ റൺ നടക്കുകയാണെങ്കിൽ ഫർദർ അപ്വേർഡ്സ് 25,562 വരെയും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, അതൊരു മന്ത്ലി ടാർഗറ്റ് എന്ന രീതിയിൽ നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. നോക്കാം എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. S&P 500 നെസ്ഡാക്ക് ഒക്കെ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി അപ്പായിട്ടുണ്ട്. ദെൻ RBI ഗവർണർ എന്താ പറയുക ബാങ്കുകൾക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മ്യൂൾ അക്കൗണ്ട്സ് എന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഇടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മലപ്പുറത്ത് ഒരു സ്കാം നടന്നില്ലേ, വലിയ ഒരു സ്കാം, കോടികൾ തട്ടിയതിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ആ കേസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അതിൻ്റെ വഴിക്ക്. പക്ഷെ ഞാൻ പറയുന്നത്, ആ കേസിൽ പിടിക്കപ്പെട്ട 4 പേരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വാടക കൊടുത്താണ് ഞങ്ങൾക്ക് അതിൽ മന്ത്ലി ഒരു റിട്ടേൺസ് കിട്ടും എന്നുള്ളത്. ഈ ഒരു പരിപാടിയാണ് ഈ മ്യൂൾ അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക. അതിലേക്കൂടിയാണ് എല്ലാ എന്താ പറയുക മോശമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം, പണം വെളുപ്പിക്കലടക്കം പണം കടത്തലടക്കം എല്ലാം ഈ അക്കൗണ്ടുകൾ വഴിയാണ് നടക്കുന്നത്. ഇത് ഈ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല. അവർക്ക് അത്രയും ചിന്തിക്കാതെയാണ് അവരിത് ചെയ്തു കൊടുക്കുന്നത്. സോ ഈ ഇത്തരം മ്യൂൾ അക്കൗണ്ട്സിന് എതിരായിട്ട് പരമാവധി അതിനെ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി RBI ഗവർണർ ബാങ്കുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സോ മ്യൂൾ അക്കൗണ്ട് എന്താണ് എന്നറിയാത്തവർ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. നമ്മളെ പേരിൽ മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന അക്കൗണ്ടുകളെയാണ് ഈ മ്യൂൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. സോ അത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി എഫേർട്ട് എടുക്കണം എന്നാണ് RBI ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കായിട്ട് ബജാജ് ഫിനാൻസ്, ബന്ധൻ ബാങ്ക്, ബ്രിഗേഡ്, ടാറ്റ സ്റ്റീൽ, വേദാന്ത, മാറിക്കോ, ഈ സ്റ്റോക്കുകളൊക്കെ ഈ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് പരിഗണിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ രാവിലത്തെ ഒരു ഹൈലൈറ്റ്സ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ദെൻ യൂറോപ്യൻ മാർക്കറ്റാണ് ക്ലിയർലി ബുള്ളിഷ് ആണ്. ബട്ട് യൂറോപ്പിൽ ഇന്ന് ജനറൽ ഇലക്ഷൻ നടക്കുകയാണ്. സോ മാർക്കറ്റ് എങ്ങനെയാണ് ഇന്ന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് കണ്ടറിയണം. അതേപോലെ മറ്റു മാർക്കറ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഷങ്കായ് കമ്പോസിറ്റ് ഒഴികെ ബാക്കി എല്ലാം ഗ്രീനിലാണ്. അതായത് ഇന്നലെ മൊത്തം ഉള്ളതിൽ 2 എണ്ണം മാത്രമേ ഇന്ന് റെഡിൽ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,443 ഇന്ന് ഓപ്പൺ ആയത് 24,473 ഓപ്പൺ ആയത് നല്ല ഒരു മുകളിലോട്ടാണ്. അതാണ് ഞാൻ ആദ്യം ന്യൂസിന്റെ ആദ്യ ഭാഗത്താണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇപ്പോൾ ലൈവ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ വന്നത് 473, ഇന്നത്തെ ഓപ്പണിംഗ് തന്നെയാണ്. ഡേ ലോ വന്നത് 444. ഇപ്പോൾ മാർക്കറ്റിൽ 24,461. സോ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് അപ്പായിട്ടുണ്ട്. ഏകദേശം 19 പോയിന്റ് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഇന്നത്തെ ക്ലോസിംഗിൽ നിന്നും മാർക്കറ്റ് താഴോട്ടാണ് വന്നിട്ടുള്ളത്. 12 പോയിന്റ് താഴെയാണുള്ളത്. സോ ഇന്നലത്തേതിൽ നിന്നും കുറച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത. ഇന്നൊരു ദിവസത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രീൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു റാലിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ്, USA ഇൻഡിപെൻഡൻസ് ഡേ, ജപ്പാൻ 30-year ഓപ്ഷൻ, JGB ഓപ്ഷൻ, ജർമ്മനി ഫാക്ടറി ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത്, UK S&P ഗ്ലോബൽ കൺസ്ട്രക്ഷൻ PMI, UK ജനറൽ ഇലക്ഷൻസ്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്നത്തേക്കായിട്ടുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇന്നില്ല. ദെൻ
FNO ബാനിൽ വന്നിരിക്കുന്ന ഹിന്ദ് കോപ്പറും ഇന്ത്യ സിമെന്റുമാണ്. FNO ബാനിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇത് സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് നേരിട്ട് ഇതിന് ബന്ധമില്ല. ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് FNO ബാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നത് ഇതുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് അതുപോലെ സ്വിംഗ് ആയാലും ഏതായാലും നിങ്ങൾക്ക് അതേപോലെ ചെയ്തു പോകാം, അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5483 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 924 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ ചെയ്തത്. മൊത്തത്തിൽ ഇന്നലെ 4559 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത്. ഈ മാസം ഇതുവരെയായിട്ട് 3057 കോടിയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3641 കോടിയുടെ ബൈയിങ് തന്നെയാണ് ചെയ്തത്. ടോട്ടൽ 6698 കോടിയുടെ ബൈയിങ് ആണ് ജൂലൈ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,292 ഓപ്പൺ ആയത്. 5 പോയിന്റ് നഷ്ടത്തിൽ 24,287 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇന്നലെ ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചുവന്ന ഡോജിയാണ്. നോർമലി അതിനുശേഷം അതിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ഫർദർ മാർക്കറ്റ് അപ്പോൾ പോവില്ല. അവിടെ നിന്ന് പിന്നീട് മാർക്കറ്റ് താഴോട്ട് പുൾ ബാക്ക് ആണ് ഉണ്ടാവാറുള്ളത്. സോ അതൊന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 904 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത്. ഈ മാസം ജൂലൈ മാസത്തിൽ ഇതുവരെയായിട്ട് 294 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്നാണെങ്കിൽ നാരോ CPR ആണ്. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ഹെവി മൂവ്മെന്റിനുള്ള എല്ലാ സാധ്യതകളും നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന് ഇന്നലെ വെർജിൻ CPR പ്ലസ് ഇന്ന് നാരോ CPR. അപ്പോൾ നാരോ CPR ഇന്ന് വെർജിൻ CPR ഉണ്ടെങ്കിൽ അടിപൊളിയായി നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹെവി ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഒക്കെ അതങ്ങ് പോവും. അവിടെ പിന്നെ ഒന്നും ഫർദർ മൂവ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ ഇന്നലത്തെ ലെവലിൽ നിന്ന് ഇന്നത്തെ ക്ലോസിംഗ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല മൂവ്മെന്റ് കാണിക്കുകയും ചെയ്യും. എന്നാൽ ഇൻട്രാഡേയിൽ ഒരു മൂവ്മെന്റും കിട്ടുകയില്ല. അതാണ് ഈ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നാലുള്ള കുഴപ്പം. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 13.21 സോ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം എന്താ പറയുക, ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ ഒരു വിക്സ് ആണ് ഇപ്പോൾ. ഓപ്ഷൻ ബയേഴ്സിനായാലും സെല്ലേഴ്സിനായാലും പറ്റിയ ഒരു രീതിയിലുള്ള ഒരു വിക്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. നല്ലൊരു സ്മൂത്ത് മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ളത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.13 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി അത് സൂചിപ്പിക്കുന്നത് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. പക്ഷെ അതിന്റെ തലേന്ന് 2 ദിവസവും ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ 0.1-ന്റെയും 0.7-ന്റെയും ഇടയിലുള്ള ഒരു PCR ആണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരു ദിവസം മാത്രമാണ് ഇത് മുകളിലോട്ട് കയറി നിന്നിട്ടുള്ളത്. സോ സ്ലൈറ്റ്ലി ഒരു അപ്പ് മൂവ്മെന്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് 1,03,00,000 അത് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 24,500-ലാണ്. 24,500-ൽ 1,03,00,000. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 24,000-ലാണ്. 1,25,00,000 ഇത്. അപ്പോൾ പുട്ട് റേറ്റിംഗ് കൂടുതലാണ്, മാർക്കറ്റിനെ തീപിടിപ്പിച്ച് മുകളിലോട്ട് പായിക്കാനാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 216 പോയിന്റിന്റെ ഒരു മുന്നേറ്റത്തിൽ ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 76 പോയിന്റിന്റെ ഒരു മുന്നേറ്റത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 26 പോയിന്റിന്റെ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 15 പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു. ഇതൊക്കെയാണ് ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. ദെൻ നിഫ്റ്റിയിൽ ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ മന്ത്ലി എക്സ്പയറി ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡോജിയാണ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ മന്ത്ലി പിവേർഡ്സ് ഇവിടെ റീസെറ്റായി പോയിട്ടുണ്ട്. നോർമലി കമ്പ്യൂട്ടറിൻ്റെ ക്യാഷെ ക്ലിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പററി ഫയൽസ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ സരോദ അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു പ്രശ്നം. സരോദയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. നമ്മൾ ചാർട്ട് ലേഔട്ടൊക്കെ സേവ് ചെയ്ത് വയ്ക്കും, പക്ഷെ പിന്നീട് ടെമ്പററി ഇന്റർനെറ്റ് ഫയൽസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ വരച്ചു വെച്ചതെല്ലാം തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊരു വിഷയമാണ്. അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും വഴി ആർക്കെങ്കിലും അതിനൊരു ടിപ്പ് പറഞ്ഞു തരാനുണ്ടെങ്കിൽ ദയവായിട്ട് പറഞ്ഞു തരിക. കാരണം പലപ്പോഴും എനിക്ക് അബദ്ധം. അതുമാത്രമല്ല, നിങ്ങൾ ഈ ട്രേഡിംഗ് വ്യൂ ഈ ഒരു ലേ ഔട്ട് സേവ് ചെയ്ത ഈ ക്രോമിൽ മറ്റേതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ലോഗൗട്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് വീണ്ടും ലോഗിൻ ചെയ്താലും നമ്മൾ സേവ് ചെയ്ത് വെച്ച ലേ ഔട്ട് ഒന്നും ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവും. സോ അതാണ് അവസ്ഥ.
ദെൻ എന്താ പറയുക, അതുകൊണ്ട് പുതിയതായിട്ട് എനിക്ക് എല്ലാ ഡ്രോയിങ്സും അല്ലെങ്കിൽ ലൈൻസ് വരച്ചിടേണ്ടതുണ്ട്. സോ ഇതാണ് ഞാൻ ഇന്നലെ ഡോജിയുടെ ഒരു സംഭവം പറഞ്ഞത്. ഇതിനകത്ത് നോർമലി ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇന്ന് വരികയാണെങ്കിൽ നാളെ മുതൽ മാർക്കറ്റ് ഇങ്ങോട്ടായിരിക്കും പോവുക. വലിയൊരു ഫോള് വരും എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഈ പൊങ്ങിയതിൻ്റെ ചെറിയ രീതിയിൽ താഴോട്ട് വന്ന് പുൾ ബാക്ക് എടുത്തിട്ട് പിന്നീട് ഒരൊറ്റ പോക്ക് പോകും. അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. സോ ഇവിടെ ഇന്ന് ഹെവി ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ മതി കേട്ടോ. അത്രയും ഉള്ള ഒരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ഇന്ന് ക്ലോസിങ് വരുന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ അത് ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഇൻട്രാഡേ ചാർട്ടിൽ നിഫ്റ്റിയുടെ ലെവൽസ് നമ്മളോട് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ. അതേപോലെ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ ഒരു നാരോ റേഞ്ചിലാണ് മാർക്കറ്റ് പോയത്. കണ്ടില്ലേ, ഇത് വളരെ നാരോ റേഞ്ചിലാണ് മാർക്കറ്റ് പോയത്. സോ അതിനെ ഒന്ന് ബ്രേക്ക് ഔട്ട് അതിനകത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്പണിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ CPR-ഉം എന്താ പറയുക നോട്രേഡ് സോണും മിക്സ് ആയി കിടക്കാം, മേർജ് ആയി കിടക്കാണ്. മോസ്റ്റ് പ്രോബബ്ലി നോട്രേഡ് സോണിന്റെ, അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി അതല്ല, US മാർക്കറ്റ് അപ്പാണ്. അതിന്റെ ഒരു ബേസിൽ, ഇതിപ്പോൾ ഒരു കാൽക്കുലേഷന്റെ ബേസിലാണ് പറയുന്നത്. ന്യൂസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് അപ്പാണ്. ആ ഒരു ഇതിൽ വരികയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ മൂവ്മെന്റ് ഉണ്ടാവില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നോട്രേഡ് സോണായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. 24,300 മുതൽ 258 വരെയുള്ള ഈ ഒരു സോണാണ് നമ്മൾ നോട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നത്. ഏകദേശം 40-45 പോയിന്റിന്റെ 24,309 യെസ്റ്റർഡേ ഹൈ മുതൽ ബോട്ടം CPR വരെയുള്ള ഈ സോണിൽ നമ്മൾ ഫ്രഷ് എൻട്രി ഒന്നും എടുക്കുന്നില്ല. അതിനകത്ത് എൻട്രി എടുത്താലും ചിലപ്പോൾ തലതിരിഞ്ഞ് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇനി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ 24,456 വരെ ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. 410, അതായത് 24,422 നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഈ ഒരു ലെവല് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ മന്ത്ലി ടാർഗറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടാർഗറ്റ് അത് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഫർദർ ഫോൾ വരുമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ പതുക്കെ മുകളിലോട്ട് കയറി വരും. എന്തായാലും ഇന്നത്തെ ഒരു റെയർ കേസ് സിനാരിയോയിൽ 24,490, 24,500 തൊട്ടടുത്ത് വരെ മാർക്കറ്റ് പോയിട്ട് തിരിച്ചിറങ്ങി വരും. മാക്സിമം പോയി കഴിഞ്ഞാൽ അവിടെയാണ് എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇൻ കേസ് ലോവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള 24,100, അതായത് മാർക്കറ്റ് ഒന്ന് പൊട്ടി താഴെ പോവുകയാണെങ്കിൽ 24,125 മാർക്കറ്റിന് പ്രോപ്പർ സപ്പോർട്ട് കിട്ടിയിട്ട് തിരിച്ച് കയറി വരാൻ സാധ്യതയുള്ളത്. അതിന് മുൻപേ ആയിട്ട് യെസ്റ്റർഡേ ലോയിലും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും. 24,207, 195 എന്ന ഈ ഒരു സോണിലും മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഈ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്നതാണ് 24,125, 117 എന്നുള്ള ഈ നാരോ റേഞ്ചിലുള്ള ഈ ഒരു സംഭവങ്ങൾ. സോ ഇതാണ് ലോവർ ലെവല് സപ്പോർട്ട്. ഇനി മുകളിലോട്ടാണ് മാർക്കറ്റിന് അങ്ങനെ റെസിസ്റ്റൻസ് കാര്യമായിട്ടില്ല. റാസ് ലെവൽസിന്റെ ലെവൽസ് ഉണ്ട് എന്നല്ലാതെ കാര്യമായ ഒരു സോൺ ഫോം ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സോണിൽ എവിടെയെങ്കിലും വെച്ച് മാർക്കറ്റ് റിവേഴ്സൽ ഉണ്ടാകും എന്നാണ്. സോ അവിടെ നമുക്ക് നോക്കാം ലൈവ് മാർക്കറ്റിൽ. ഓൾറൈറ്റ്, ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. കുറേ സൂചനകളാണ് നിങ്ങൾക്ക് തരുന്നത്. സോ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.